ഇന്ന് പിയോഗേറ്റ് പാർട്ട് 2ന്റെ 9ാമത്തെ സെക്ഷനാണ് കസ്റ്റംസ് കൺട്രോൾ. കസ്റ്റംസ് കൺട്രോളിനകത്ത് വരുന്നത്, ഈ സെക്ഷനകത്ത് വരുന്നത് ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്ന ആർട്ടിക്കിൾസ്, പിന്നെ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആർട്ടിക്കിൾസ്, ഇതിനെല്ലാം മേളിൽ ഇന്ത്യൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈകടത്തലുകൾ എന്തൊക്കെയാണ് നടപടികൾ, കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കുന്ന കാര്യം, പിന്നെ അങ്ങനെ പലതരം ഫീകളുണ്ടല്ലോ, കസ്റ്റംസ് ക്ലിയറൻസ് ഫീ, അങ്ങനെ കുറച്ച് കസ്റ്റംസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. പേര് തന്നെ അതാണ്, കസ്റ്റംസ് കൺട്രോൾ എന്നാണ് സെക്ഷൻ്റെ പേര്. ഇതിനകത്ത് പറയുന്നത് ABCD ഇട്ടാണ് പറയുന്നത്. അതിനകത്ത് എയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ 179ാമത്തെ ക്ലാസ്, നേച്ചർ ഓഫ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ കസ്റ്റംസ്. അതിനകത്ത് പറയുന്ന ആൾ പോസ്റ്റൽ ആർട്ടിക്കിൾസ് പോസ്റ്റഡ് ഇൻ ഇന്ത്യ ഫോർ പ്ലേസസ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഇന്ത്യ ഓർ ഒറിജിനേറ്റിംഗ് അറ്റ് പ്ലേസസ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഇന്ത്യ destined to places in India are subject to control by the Indian customs authorities. അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാ പോസ്റ്റൽ ആർട്ടിക്കിൾസും ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതും പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതുമായിട്ടുള്ള ആർട്ടിക്കിൾസ് സബ്ജക്റ്റ് ടു കൺട്രോൾ ഓഫ് ദ ഇന്ത്യൻ കസ്റ്റംസ് അതോറിറ്റിയുടെ കൺട്രോളിലേക്ക് പോകും. പിന്നെ പറയുന്നത് പോയിന്റ്സ് അറ്റ് വിച്ച് ദ കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ആൻഡ് ഓഫ് ഓഫീസേഴ്സ് എക്സസൈസ് ദ കൺട്രോൾ. എവിടെ വെച്ചാണ് ഈ ഒരു കൺട്രോൾ വീഴുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ കസ്റ്റംസ് ഡിക്ലറേഷൻ ഈസ് പ്രൈമറിലി എക്സസൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് എൻട്രി ഓർ എക്സിറ്റ് ഫ്രം ദ കൺട്രി. അതായത് ആ ഒരു കസ്റ്റംസിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ആ ഒരു എൻട്രി, പോയിന്റ് ഓഫ് എൻട്രി, ആ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ആ പോയിന്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, കൺട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട്വേർഡ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിൽ, എക്സിറ്റ് പോയിന്റിലുമാണ് ഈ ഒരു കസ്റ്റംസ് അതോറിറ്റിയുടെ കൈകടത്തൽ ഉണ്ടാകുന്നത്. അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നത് ദ കൺട്രോൾ ലീഡ്സ് ടു ഡിറ്റൻഷൻ ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഇറ്റ്സ് ഓപ്പണിംഗ് ഓഫ് എക്സാമിനേഷൻ. അതായത് എന്തൊക്കെ തരത്തിലുള്ള കൈകടത്തലുണ്ടാവുമെന്ന് പറഞ്ഞു. എല്ലാ ആർട്ടിക്കിളിലും കസ്റ്റംസ് അതോറിറ്റിയുടെ കൈകടത്തലുണ്ടാവും. അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിറ്റൻഷൻ ഓഫ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് പിടിച്ചു വയ്ക്കപ്പെടും. ഇറ്റ്സ് ഓപ്പണിംഗ് ഫോർ എക്സാമിനേഷൻ, അതൊക്കെ ഓപ്പൺ ചെയ്ത് എക്സാമിൻ ചെയ്യും. ദ ഇമ്പോസിഷൻ ഓഫ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും, കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. ഓർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ബൈ ദ സെൻട്രൽ അഡ്രസ്സി, ഈ സെൻറ്ററിൻ്റെ കയ്യിൽ നിന്നോ അഡ്രസ്സിൻ്റെ കയ്യിൽ നിന്നോ ഫർദർ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യപ്പെടും. ഇൻ ഫോറിൻ പോസ്റ്റ് ഓഫീസ് ഓർ സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. ഇതെല്ലാം നടക്കുന്നത് ഫോറിൻ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം, എന്താണ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്, എന്താണ് സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്? ഇത് PAയുടെ സിലബസ് വെച്ച് പറയുമ്പോഴാണ് ഇതൊക്കെ എടുത്ത് പറയേണ്ടി വരുന്നത്. സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്താണ്, ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്താണ്? കാരണം പോസ്റ്റ്മാൻ ടെസ്റ്റിന് വേണ്ടി പഠിച്ചിട്ട് PA ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് വേർഡ് ന്യൂ അല്ല. കാരണം പോസ്റ്റൽ മാനുവൽ വോളിയം 5 പറയുന്നുണ്ട് ഇതിൻ്റെ ഈ എന്താണ് സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്, എന്താണ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. അതുകൊണ്ട് അത് നേരത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഫോറിൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് ആൻ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ വിച്ച് ദ വർക്ക് ഓഫ് അസസ്മെൻറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഫോറിൻ മെയിൽസ് ഈസ് ഓൾസോ ക്യാരിഡ് ഔട്ട്. ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതിനകത്ത് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അസസ്മെൻറ്റ് നടക്കും. ഏതിനകത്തുള്ള ഫോറിൻ മെയിലിൻ്റെ പുറത്തുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അസസ്മെൻറ്റ് നടക്കുന്ന ഒരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ആണ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോറിൻ കൺട്രിയുമായിട്ട് മെയിലുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓഫീസ് തന്നെയാണ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് കൊണ്ട് സിമ്പിളി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫോറിൻ പോസ്റ്റ് ഓഫീസിനകത്ത് ഒരു വിദേശ കൺട്രിയുമായിട്ടുള്ളൊരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, കൂടാതെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അസസ്മെൻറ്റോട് നടക്കുന്നുണ്ട്. സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ചേഞ്ച് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ഈ കസ്റ്റംസിൻ്റെ പരിപാടികൾ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതൊരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് അല്ല. ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിദേശ രാജ്യത്തിലോട്ടോ വിദേശ രാജ്യത്ത് ഇങ്ങോട്ടോ വരുന്ന ഈ ആർട്ടിക്കിൾ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കത്തില്ല. അവിടെ ഉള്ളി കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. സിംപിളി ഇതാണ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്, സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതാണ് അതേ ഇവിടെ പറഞ്ഞുള്ളൂ. കാരണം ഇതൊക്കെ നടക്കുന്നത് ഇപ്പോൾ പറഞ്ഞ് ഈ ഡിറ്റൻഷൻ നടക്കും, എക്സാമിനേഷൻ നടക്കും, ഡ്യൂട്ടി അടിക്കും, ഇതെല്ലാം നടക്കുന്നത് ഫോറിൻ പോസ്റ്റ് ഓഫീസിലും സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസിലുമാണ്. അപ്പോൾ ഈ 2 ടൈമുകളും ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ആണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ.
അടുത്ത പോയിന്റായിട്ട് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ കോൺസിക്വൻസസ് ഓഫ് എനി ഡിസിഷൻ ടേക്കൺ ബൈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന എല്ലാ ഡിസിഷനകത്തൊന്നും നമ്മൾ ഇടപെടത്തില്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇടപെടത്തില്ല. അതെല്ലാം ഈ അഡ്രസ്സിയും അല്ലെങ്കിൽ സെൻറ്ററും കസ്റ്റംസ് അതോറിറ്റിയുള്ള പ്രശ്നങ്ങളെല്ലാം അവർ തമ്മിലായിക്കോണം. ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് ഒരു ഇടപെടലും ഇല്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ ഒരു കസ്റ്റംസ് ഡിക്ലറേഷനൊക്കെ ആർട്ടിക്കിളിൻ്റെ കൂടെ ഒക്കെ എഴുതി ഫില്ല് ചെയ്ത് അയക്കുക. അല്ലാതെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അതിനകത്ത് കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഉള്ള ഈ ഫീകൾ ഇതുപോലത്തുള്ള ഫീകൾ ഇമ്പോസ് ചെയ്യുന്നതിലോ അത് ഇമ്പോർട്ട് എക്സ്പോർട്ട് നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിലോ ഒന്നും നമുക്കൊരു ഇതുമില്ല. അതെല്ലാം കസ്റ്റംസ് അതോറിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആൾ കമ്മ്യൂണിക്കേഷൻസ് കൺസേണിങ് കസ്റ്റംസ് ഡ്യൂട്ടി ലെവീഡ് and other treatment of postal articles arising out of the function of the customs department should be addressed to the customs authorities. അതായത് എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിറ്റ്വീൻ അത് അയക്കുന്ന ആളോ അല്ലെങ്കിൽ സെൻറ്ററോ അഡ്രസ് ചെയ്യോ ബിറ്റ്വീൻ അപ് ടു എന്താ കസ്റ്റംസ് അതോറിറ്റി ആയിട്ടുള്ള എന്തിനെ സംബന്ധിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി അടിച്ചതിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ അപ്രൈസർ ഓർ പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസർ. അതായത് കസ്റ്റംസ് അതോറിറ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ വിശദമാക്കാനായിട്ട് അതിനകത്ത് അതിൽ പോസ്റ്റൽ അപ്രൈസർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസേഴ്സ് എന്നാണ് അതിൻ്റെ പോസ്റ്റിന് ഒരു പോസ്റ്റിൻ്റെ എന്തോ ആ ഒരു ഒഫീഷ്യലിൻ്റെ നെയിം എന്ന് പറയുന്നത്. നെയിമല്ല എന്തോ ഒഫീഷ്യലിൻ്റെ ആ സ്റ്റാറ്റസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുമായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. പോസ്റ്റൽ അപ്രൈസർ പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസർ ഹൂ ഹാവ് ദെയർ ഓഫീസസ് ഇൻ ദ ഫോറിൻ പോസ്റ്റ് ഓഫീസസ് ഓർ സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസസ്. അവരുടെ ഓഫീസ് അവർ എവിടെ ആയിരിക്കും അവരുള്ളത്? ഈ പോസ്റ്റൽ അപ്രൈസർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസർ എവിടെ ആയിരിക്കും ഉള്ളത്? അവർ ഈ ഫോറിൻ പോസ്റ്റ് ഓഫീസിലും അല്ല സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസിലും ആയിരിക്കും ഉള്ളത്. അവരുമായിട്ട് വേണം ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തേണ്ടത്. അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് യാതൊരു പങ്കുമില്ല എന്നാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞത്. ഇത് കുറച്ച് വിശദീകരിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയ ഉണ്ട്. എന്താണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി, എന്താണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ഇടപെടുന്നത്, ആക്ച്വലി അങ്ങനെ ചെറിയൊരു ബേസിക് കാര്യമുണ്ട്. അതങ്ങ് പിടികിട്ടിയാൽ മതി, അല്ല വലിയ കാര്യങ്ങളൊന്നും ഈ സെക്ഷനിൽ പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ബി എക്സ്പോർട്ട് ഫോർമാലിറ്റീസ്. ഇതുവരെ പറഞ്ഞത് എ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബി എക്സ്പോർട്ട് ഫോർമാലിറ്റീസ്, കയറ്റുമതിയുമായിട്ട് സംബന്ധപ്പെട്ട്. അതായത് ഔട്ട്വാർഡ്. അതിനകത്ത് പറയുന്നത് ഔട്ട്വാർഡ് ആർട്ടിക്കിൾ ഷുഡ് ബി അക്കമൻഡ് ബൈ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം. അതായത് ഔട്ട്വാർഡ് ആർട്ടിക്കിൾ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കണം. ആൻഡ് അതർ സച്ച് ഫോം സച്ചസ് PP ഫോം അറ്റാച്ച് ചെയ്തിരിക്കണം. PP ഫോം ഉണ്ടായിരിക്കണം. PP ഫോം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്. അതായത് ആർട്ടിക്കിൾ എന്തെല്ലാം ഉണ്ട്, പിന്നെ സെൻഡറിൻ്റെ അഡ്രസ്സ് ചെയ്ത അഡ്രസ്സ്, പിന്നെ എത്ര വാല്യൂ ഉള്ള സാധനങ്ങളാണ് അതിരിക്കുന്നത്, ഇതൊക്കെയാണ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് PP ഫോമിനകത്ത് വേണ്ടത്. അങ്ങനെ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം വേണം, PP ഫോം വേണം. ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫോംസ് ഓർ ഇൻകംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓൺ ദ മേ ബി ലീഡ് ടു ഡിറ്റൻഷൻ. അതായത് ഇതിൻ്റെ ഈ ഫോമുകളുടെ ആബ്സെൻസോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സോ ഒക്കെ കൊടുത്താൽ ഡിറ്റൻഷൻ സംഭവിക്കും. അങ്ങനെയുള്ള ആർട്ടിക്കിൾ ഡിറ്റൻഷൻ സംഭവിക്കും. എവിടെ? അറ്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ ആൻഡ് ഈവൻ ദ റിട്ടേൺ ടു സെൻറ്റർ. അത് തിരിച്ച് സെൻറ്ററിന് റിട്ടേൺ ചെയ്യപ്പെടാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ PP ഫോം എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കും. ചിലപ്പം ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ കസ്റ്റം അല്ല പുറമെ ഔട്ട്വാർഡ് ആർട്ടിക്കിളിൻ്റെ കൂടെ കസ്റ്റംസ് ഡിക്ലറേഷൻ വെക്കണം, കൂടാതെ ഇന്ന ഫോം വെക്കണം, ഡാഷ് ഈ ഫോം വെക്കണം എന്നുള്ള താഴെ ഇങ്ങനെ PP ഫോം എന്ന് കാണും. അത് പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് PP ഫോം. അടുത്ത ഒരു ക്ലോസ് പറയുന്നത് ആർട്ടിക്കിൾസ് ലയബിൾ ടു എക്സ്പോർട്ട് ഡ്യൂട്ടി. അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി അടിച്ച അല്ലാതെ എക്സ്പോർട്ട് ഡ്യൂട്ടി അടിക്കേണ്ട ആർട്ടിക്കിൾസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾസ് ലയബിൾ ഫോർ എക്സ്പോർട്ട് ഡ്യൂട്ടി ആർ ഡീറ്റെയിൻഡ് അറ്റ് ദ ഔട്ട്വാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സെൻറ്റേഴ്സ് ആർ ഇൻഫോർഡ് ബൈ ദ കസ്റ്റംസ് അതോറിറ്റീസ് ഡയറക്റ്റ് ഗവൺമെൻറ് ഡ്യൂട്ടി. അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി അടിക്കേണ്ടതായിട്ടുള്ള ആർട്ടിക്കിൾ ഔട്ട്വാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, അതായത് പുറമേ ഔട്ട്വാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത് പുറമേ ഫോറിൻ കൺട്രിയിലോട്ട് അയക്കുമല്ലോ, ആ എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ആണ് ഔട്ട്വാർഡ്, പുറമേ പോകുന്നത്. അവിടെ ഇത് ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ട് കസ്റ്റംസ് അതോറിറ്റീസ് സെൻറ്ററിന് വിവരം അറിയിക്കും. ഇതിന് എക്സ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാനുണ്ട്, അത് അടയ്ക്കണം.
അങ്ങനെ വരുന്ന കേസിൽ ഇയാൾ വന്നിട്ട് എക്സ്പെർട്ട് ഡ്യൂട്ടി അടയ്ക്കണം. നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുമോ എക്സ്പെർട്ട് ഡ്യൂട്ടി? ഇല്ല. നമുക്കിതിനകത്തൊരു റോളും ഇല്ല. ഈ എക്സ്പെർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ടതെല്ലാം സെൻറ്ററും കസ്റ്റംസ് അത് അയാൾ ഡയറക്റ്റ് പോയി അടയ്ക്കണം. അല്ല പോസ്റ്റ് ഓഫീസിന് ഉത്തരവാദിത്വമൊന്നുമില്ല അയാളുടെ ആർട്ടിക്കിളിനകത്ത് അടയ്ക്കേണ്ട എക്സ്പെർട്ട് ഡ്യൂട്ടി നമ്മൾ അയാളെ മേടിച്ച് കസ്റ്റംസിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. പോസ്റ്റ് ഓഫീസ് ഡസ് നോട്ട് അണ്ടർടേക്ക്, പോസ്റ്റ് ഓഫീസ് ഇടപെടത്തില്ല. പിന്നെ the articles will be transmitted onwards when the customs authorities give their clearance for the same. അതായത് ഇത് എപ്പോൾ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെർട്ട് ഡ്യൂട്ടി എല്ലാം മേടിച്ച് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഏതാ കസ്റ്റംസ് അതോറിറ്റി. അങ്ങനെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ ആർട്ടിക്കിൾ അവിടെ നിന്ന് പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുമെന്ന് അർത്ഥം. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് കസ്റ്റംസ് അതോറിറ്റി ഇടപെടുമെന്ന് പറയുന്നല്ലോ. അപ്പോൾ അവരുടെ നിയമങ്ങളും തീരുമാനങ്ങളും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആക്ടുകളുണ്ട്. അല്ലാതെ നിയമമില്ലാതെ ചുമ്മാ വൈത്തനക്കുകളല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയമം ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962, അതും പിന്നെ അതിനുശേഷം വന്ന അമെൻമെൻറ്റ്സും അനുസരിച്ചാണ് ഈ കസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിനകത്ത് തന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ചുറ്റുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മെയിൻലി ഇത് ഓർത്തിരിക്കുക, ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962 എന്നുള്ള ആക്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ജനറൽ പറഞ്ഞ്, ബി എക്സ്പോർട്ട് ഫോർമാലിറ്റീസ് പറഞ്ഞ്, ഇനി സി ഇമ്പോർട്ട് ഫോർമാലിറ്റീസ്. ഇമ്പോർട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഇന്ത്യയിലേക്ക്. അതിനകത്ത് പറയുന്നത് 184 ക്ലോസിൽ കസ്റ്റംസ് എക്സാമിനേഷൻ അസസ്മെന്റ് എന്നാണ് പറയുന്നത്. എക്സാമിനേഷൻ അസസ്മെന്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ഇൻവേർഡ് ഫോറിൻ ആർട്ടിക്കിൾസ് ആർ പെർഫോംഡ് ഇൻ ദ ഫോറിൻ പോസ്റ്റ് ഓഫീസ് ആൻഡ് സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതിൽ ചോദ്യമായിട്ട് ചോദിക്കാം, എക്സാമിനേഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് ഡ്യൂട്ടി ഏതിലാ ഇൻവേർഡായിട്ട് വരുന്ന ആർട്ടിക്കിൾ എവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത്? ഉത്തരം ഫോറിൻ പോസ്റ്റ് ഓഫീസിലും സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസിലും വെച്ച് നടത്തപ്പെടുന്നു. When duty is assessed on an article, an assessment memo is prepared at the foreign post office which serves the office of destination. അതായത് ഒരു ആർട്ടിക്കിളിനകത്ത് ഡ്യൂട്ടി അസസ് ചെയ്യപ്പെടുകയാണ്, അത് എക്സാമിൻ ചെയ്തിട്ട് അതിനകത്ത് ഡ്യൂട്ടി അസസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അസസ്മെൻറ്റ് മെമ്മോ അറ്റാച്ച് ചെയ്യപ്പെടും. എപ്പോൾ അത് അസസ് ചെയ്യുന്നതിനകത്ത് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യപ്പെടുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ അസസ്മെൻറ്റ് മെമ്മോ അറ്റാച്ച് ചെയ്യപ്പെടും. അത് ആർട്ടിക്കിൾ എൻ്റെ കൂടെ പിന്നെ സഞ്ചരിക്കും ഡെസ്റ്റിനേഷൻ ഓഫീസ് വരെ. ദ കസ്റ്റംസ് ഡ്യൂട്ടി ദ ടോട്ടൽ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ആ മെമ്മോയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ഫീയുടെ ഇതുണ്ടാവും, ഇൻഡിക്കേഷൻ ഉണ്ടാവും, പിന്നെ എനി അതർ ഫീ പേയബിൾ, ബാക്കി എന്തൊക്കെ ഫീ അതിനകത്ത് അഡീഷണൽ എക്സ്ട്രാ വരാമോ അതെല്ലാം ഈ മെമ്മോയിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സിമ്പിളാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദിക്കാൻ സാധ്യത ഇതിൽ കാണും, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻ അസസ്മെന്റ് മെമ്മോ അക്കമ്പനീസ് ആൾ ഇൻവേർഡ് പാഴ്സൽ ഈവൻ ഇഫ് ദ നോട്ട്. അതായത് ഇപ്പം നമ്മൾ ഡ്യൂട്ടി അസസ് ചെയ്യപ്പെട്ടാൽ, അതായത് കസ്റ്റംസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി അസസ് ചെയ്യപ്പെട്ടാൽ അസസ്മെന്റ് മെമ്മോ കൂടെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻവേർഡ് പാഴ്സൽസിൻ്റെ കേസിൽ എല്ലാ പാഴ്സലിൻ്റെ കൂടെയും ഈ ഒരു മെമ്മോ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡ്യൂട്ടി ഉണ്ടാലും ഇല്ലേലും. In the case of letter mail articles, an assessment memo accompanies only the articles which are assessed duty. പക്ഷേ ഇൻവേർഡ് പാഴ്സൽസിൻ്റെ കേസിലാണ് പറഞ്ഞത്, ലെറ്റർ മെയിൽ ആണെങ്കിൽ അസസ് ചെയ്തിട്ട് അതിനകത്ത് ആ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ മെമ്മോ കൂടെ കാണത്തുള്ളൂ. മെമ്മോ അക്കമ്പനീസ് എവരി രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ വിച്ച് ഈസ് ഓപ്പൺഡ് ഫോർ എക്സാമിനേഷൻ. വേറൊരു കേസ് പറയുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ആർട്ടിക്കിളിൻ്റെ കേസിൽ അത് ഓപ്പൺ ചെയ്താലേ ഈ മെമ്മോ അതിൻ്റെ കൂടെ കാണും. അതായത് ഓപ്പൺ ചെയ്തിട്ട് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് ഡ്യൂട്ടി അടിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഈ രജിസ്റ്റർ ആർട്ടിക്കിളിൻ്റെ കേസിൽ അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കൂടെ മെമ്മോ കാണും, ഡ്യൂട്ടി അടിക്കണമെന്നോ അടിക്കാതിരിക്കണമെന്നോ ഇല്ല. ആ 3 കേസാണ് പറഞ്ഞത്. ഇൻവേർഡ് പാഴ്സലിൻ്റെ കേസിൽ എല്ലാ വട്ടവും ഉണ്ടാവും. ലെറ്റർ മെയിലിൻ്റെ കേസിൽ അത് ഉണ്ടാവാതിരിക്കാം. രജിസ്റ്റർ ആർട്ടിക്കിളിൻ്റെ കേസിൽ അത് എക്സാമിനേഷൻ വേണ്ടി ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കൂടെ മെമ്മോ ഉണ്ടാവും. അടുത്തത്, ആൾ ആർട്ടിക്കിൾ സബ്ജക്ട് ടു കസ്റ്റംസ് ട്രീറ്റ്മെന്റ് ആർ ഗീവൺ എ ന്യൂ സീരിയൽ നമ്പർ അറ്റ് ദ ഫോറിൻ പോസ്റ്റ് ഓഫീസ് പ്രൊസീഡഡ് ബൈ എ ലെറ്റർ ഓർ ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് വിച്ച് സ്റ്റാൻഡ് ഫോർ ദ നെയിം ഓഫ് ദ ഫോറിൻ പോസ്റ്റ് ഓഫീസ്. കസ്റ്റംസ് ട്രീറ്റ്മെൻറ്റ് വിധേയമായിട്ടുള്ള എല്ലാ ആർട്ടിക്കിളിനും ഒരു സീരിയൽ നമ്പർ കൊടുക്കും. നമ്മുടെ ഈ അല്ലാതുള്ള രജിസ്ട്രേഷൻ നമ്പർ പുറമേയുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അതിന് മുന്നേ, ആ നമ്പറിന് മുന്നേ ആൽഫബറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൽഫബറ്റിലോ ആൽഫബറ്റ്സിലോ.
അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ആൽഫബറ്റ് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ നമ്പർ. ഈ ആൽഫബറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആ ഒരു അത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യപ്പെട്ട ആ ഫോറിൻ പോസ്റ്റ് ഓഫീസിൻ്റെ നെയിം ആയിരിക്കും ആൽഫബറ്റ് സൂചിപ്പിക്കുന്നതെന്ന് ഉത്തരം എഴുതണം. പിന്നെ in all the correspondence concerning such article, the serial number should be quoted in addition to the registration number assigned by the office of origin. അതായത് ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻക്വയറിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഈ ഒരു ഇത് പുറപ്പെടുമ്പോഴത്തേക്കും ഈ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ ആൾറെഡി ആർട്ടിക്കിൾ, അതുകൂടാതെ ഈ ഒരു കസ്റ്റംസിൻ്റെ ഒരു ഇടപെടൽ മൂലം ഉണ്ടാകുന്ന കസ്റ്റംസ് ട്രീറ്റ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർ തരുന്ന ഈ ഒരു സീരിയൽ നമ്പരും അതിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നു. അത് ഇത്രയാകുമ്പോഴത്തേക്കും ആ ഒരു 184 ക്ലോസ് തീർന്നു. അടുത്ത ക്ലോസ് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഡെലിവറി ഓഫ് ആർട്ടിക്കിൾസ്. അതായത് പറയുന്നത് ഇൻവേർഡായിട്ട് വരുന്ന ആർട്ടിക്കിളിനകത്ത് ഉള്ള കസ്റ്റംസ് ഡ്യൂട്ടി അതുപോലുള്ള അതർ ഡ്യൂസ് ഇതെല്ലാം അഡ്രസ്സിയാണ് ഡെലിവറിക്ക് മുമ്പ് അടയ്ക്കേണ്ടത്. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് ഈ ഇൻവേർഡായിട്ട് വന്ന ഒരു ഫോറിൻ ആർട്ടിക്കിളിനകത്ത് ഡ്യൂട്ടി അടിച്ചേക്കുന്നത് ന്യായമല്ല. അഡ്രസ്സ് നോക്കുമ്പോൾ അത്രയും ഡ്യൂട്ടി വരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അപ്ലൈ ചെയ്യേണ്ടത് ആ ഡെലിവറി നടത്തിയ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർക്ക് ഇത് മെൻഷൻ ചെയ്യണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡ്യൂട്ടി ഇത്ര ഇല്ല, ഒന്ന് റീഅസസ്മെൻറ്റ് ചെയ്യണം, ഇങ്ങനെ ഇത്ര ഡ്യൂട്ടി എനിക്ക് അത് ഒന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആ ആപ്ലിക്കേഷൻ എഴുതണം. അങ്ങനെയൊക്കെ എഴുതി പോസ്റ്റൽ അപ്രൈസേഴ്സായിട്ട് ബന്ധപ്പെട്ട് റീഅസസ്മെൻറ്റ് നടത്താം. റീഅസസ്മെൻറ്റ് നടത്തിയെന്ന് വെച്ചിട്ട് അയാൾക്ക് ഡ്യൂട്ടി കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് റീഅസസ്മെൻറ്റ് നടക്കും. അവരുടെ റൂൾസ് അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചിലപ്പം ഡ്യൂട്ടി കൂടാം അല്ലെങ്കിൽ ഡ്യൂട്ടി കുറയാം. അയാൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്നർത്ഥം. അടുത്തൊരു പോയിന്റ് പറയുന്നത് കംപ്ലൈൻറ്റ്സ് അബൌട്ട് ദ അസസ്മെന്റ് ഓഫ് ഡ്യൂട്ടി ആർ ഡീൽഡ് വിത്ത് ഓൺലി ബൈ ദ കസ്റ്റംസ് അതോറിറ്റീസ്. ദ പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസേഴ്സ് ആൻഡ് പോസ്റ്റൽ അപ്രൈസേഴ്സ് ആർ ഓഫീസേഴ്സ് ഓഫ് ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റെഫറൻസ് റിസീവ്ഡ് ഫ്രം ദം ഷുഡ് ബി ട്രീറ്റഡ് ആസ് എമനേറ്റിംഗ് ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് കംപ്ലൈൻറ്റ് ഈ ഡ്യൂട്ടിയുടെ അസസ്മെൻറ്റുമായിട്ടുള്ള കംപ്ലൈൻറ്റുകളിലെല്ലാം ഈ കസ്റ്റംസ് അതോറിറ്റിയായിട്ട് ആയിക്കോണം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധമൊന്നുമില്ല. അടുത്ത പറയുന്ന സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇതിൽ ഡാഷ് ആൻഡ് ഡാഷ് ആർ ഓഫീസേഴ്സ് ഓഫ് ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് റെഫറൻസ് റിസീവ്ഡ് ഫ്രം ദം ഷുഡ് ബി ട്രീറ്റഡ് ആസ് എമനേറ്റിംഗ് ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് അർത്ഥം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പോസ്റ്റൽ അപ്രൈസേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റൽ അപ്രൈസേഴ്സ് ആണ് ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് റിപ്ലൈ തരിക. ഈ ഡ്യൂട്ടിയെ സംബന്ധിച്ച് പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഒരു അതിൻ്റെ കസ്റ്റംസിൻ്റെ റിപ്ലൈ എന്ന പോലെ രീതിയിൽ ഇവരാണ് റിപ്ലൈ തരിക. അപ്പോൾ അവർ തരുന്ന ആ റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നതായിട്ട് നമ്മൾ കണക്കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിംപിളി. അടുത്ത പറയുന്നത് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റെസീപ്റ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി എത്ര അടയ്ക്കണം എന്നുള്ള എത്ര കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഉള്ളൊരു പേപ്പറുണ്ട്. ആ പേപ്പർ ഈ ആർട്ടിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കും. ആ ആർട്ടിക്കിളിൻ്റെ കൂടെ ഒട്ടിച്ച കോപ്പി നമ്മൾ അഡ്രസ്സിക്കാൻ കൊടുക്കും. എന്നിട്ട് വേറൊരു എക്സ്ട്രാ കോപ്പിയിൽ അഡ്രസ്സിയുടെ സൈൻ മേടിച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അഡ്രസ്സിക്ക് കൊടുക്കുന്നൊരു കോപ്പി ഉണ്ടല്ലോ, കസ്റ്റംസ് ഈ ഡ്യൂട്ടി എത്ര അടിച്ചു എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോപ്പി, ആ ഒരു കോപ്പി ഇപ്പം കീറിപ്പോയി അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് അത് നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അഡ്രസ്സ് ഒന്ന് ചോദിക്കുകയാണ്, എനിക്ക് ആ റെസിപ്റ്റ് ഒന്നുകൂടെ വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ആ റെസിപ്റ്റ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ദ ഫോറിൻ പോസ്റ്റ് ഓഫീസ് ആൻഡ് ആൾ ഹെഡ് പോസ്റ്റ് ഓഫീസസ് ആർ ഓതറൈസ്ഡ് ടു ഇഷ്യൂ റെസീപ്റ്റ്സ് ഫോർ കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ് ഇഫ് റിക്വയർഡ് ബൈ ദ അഡ്രസ്സി. അതിൽ ആതറൈസ് ചെയ്യപ്പെടുന്ന ആർക്കൊക്കെ കൊടുക്കാം ആ റെസിപ്റ്റ് ഒന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ പോസ്റ്റ് ഓഫീസിന് കൊടുക്കാം, പിന്നെ എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിനും കൊടുക്കാം. ഇപ്പോൾ അയാൾ സബ് ഓഫീസിലാണ് ചെന്ന് ആപ്ലിക്കേഷൻ ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ റെസിപ്റ്റ് ആവശ്യപ്പെടുന്നതെങ്കിൽ സബ് ഓഫീസ് ഹെഡ് ഓഫീസിന് ആ വിവരം വിട്ട് അവിടെ നിന്നാണ് ഇത് ഇഷ്യൂ ചെയ്ത് വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സമയത്ത് അഡ്രസ്സി ഷുഡ് അപ്ലൈ ഫോർ സച്ച് റെസീപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറിയിൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദെയറാഫ്റ്റർ നോട്ട് 3 ദിവസത്തിൽ കൂടാതെ ആവശ്യപ്പെടാം. പ്രൊഡ്യൂസിങ് ദ റാപ്പർ ഓഫ് ദ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൻ്റെ റാപ്പറൊക്കെ ഹാജരാക്കിയിട്ട് അദ്ദേഹത്തിന് അപേക്ഷിക്കാം. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയാകുമ്പോഴത്തേക്കും ആ ഒരു പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഡെലിവറി ഓഫ് ആർട്ടിക്കിൾസ് എന്ന ക്ലോസ് തീർന്നു.
ഒരു ക്ലോസ് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് ഫീ ആണ്. കസ്റ്റംസ് ക്ലിയറൻസ് ഫീ എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. കസ്റ്റംസ് ക്ലിയറൻസ് ഫീ എന്ന് പറയുന്നത് നമുക്കുള്ള ചാർജാണ്. DOP ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ചാർജാണ്. നമുക്ക് പോസ്റ്റ് ഓഫീസിന് കിട്ടേണ്ട ചാർജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യപ്പെടുന്നത് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കൂടാണ് കളക്ട് ചെയ്യപ്പെടുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. അപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ പുറത്തോട്ട് അയക്കുകയാണ്, അല്ലെങ്കിൽ ഒരുത്തന് ഇന്ത്യയിലുള്ള ഒരുത്തന് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരു ആർട്ടിക്കിൾ വരുവാണ്. അപ്പോൾ ഇതെല്ലാം കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് കൊണ്ടുപോയി റെഡിയാക്കി വെച്ച് അവർ വന്നതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് പറക്കി ഇവനോട് കൊടുത്ത്. അപ്പോൾ ഇത് നമുക്ക് വർക്കില്ലേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വർക്കില്ലേ, ആ ഒരു വർക്കിന് നമ്മൾ ഏർപ്പെടുത്തുന്ന ഫീസാണ് കസ്റ്റംസ് ക്ലിയറൻസ് ഫീ എന്ന് പറയുന്നത്. അത് ഡെലിവറി സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ് 187 ഡോക്യുമെൻറ്റ്സ് കോൾഡ് ഫോർ ബൈ ദ കസ്റ്റംസ് കോൺഫിസ്കേഷൻ ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ഫൈൻ. അതായത് ഓൺ അക്കൗണ്ട് ഓഫ് കൺട്രോൾ ഇമ്പോസ്ഡ് ബൈ ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട് പ്രകാരം ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എക്സീഡിങ് സെർട്ടൻ വാല്യൂ കൂടുന്ന എക്സീഡ് ചെയ്യുന്ന ചില ഗുഡ്സുകളുടെ ഇമ്പോർട്ടിന് ഇമ്പോർട്ട് ലൈസൻസ് വേണം. ഈവൻ ഇഫ് ദേ ആർ ഫ്രീ ഗിഫ്റ്റ് ആയാൽ പോലും ഒരു സെർട്ടൻ വാല്യൂ കൂടുന്ന ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിന് ഇമ്പോർട്ട് ലൈസൻസ് വേണം. ഇമ്പോർട്ട് ലൈസൻസ് ഇല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കണ്ടെയ്നിങ് ഗുഡ്സ് റിക്വയറിങ് ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമുള്ള ഗുഡ്സ് ആർട്ടിക്കിളിൽ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൻ ചെയ്യപ്പെടും. കസ്റ്റംസ് അതോറിറ്റി ഡീറ്റെയിൻ ചെയ്തിട്ട് നോട്ടീസ് അയക്കും അഡ്രസ്സിക്ക്, ഇമ്പോർട്ട് ലൈസൻസ് വന്ന് ഹാജരാക്കൂ. അപ്പോൾ ദേ ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കസ്റ്റംസ് ബൈ ദ അഡ്രസ്സി അറ്റ് ദർ ഓൺ കോസ്റ്റ്. അപ്പം ഈ അഡ്രസ്സി തന്നെ അവരുടെ സ്വന്തം ചെലവിൽ ഈ ഒരു ലൈസൻസ് കൊണ്ട് ഹാജരാക്കണം. അല്ല പോസ്റ്റ് ഓഫീസിൻ്റെ വഴി അവന് ഇതുകൊണ്ട് ഹാജരാക്കാൻ നോക്കത്തില്ല. ഡയറക്റ്റ് കസ്റ്റംസിൻ്റെ അടുത്ത് അവൻ്റെ ചെലവിൽ അവൻ തന്നെ വണ്ടിയും വെള്ളം വിളിച്ച് ഈ ലൈസൻസ് കൊണ്ട് ഹാജരാക്കണം. പിന്നെ പറയുന്നത് ഇൻ സം കേസസ് കസ്റ്റംസ് അതോറിറ്റീസ് ഓൾസോ ഇമ്പോസ് എ ഫൈൻ പെയ്ഡ് ബൈ ദ അഡ്രസ്സി ഡയറക്റ്റ്. അങ്ങനെ ചില സമയത്ത് കസ്റ്റംസ് അതോറിറ്റി പെനാൽറ്റി ഏർപ്പെടുത്തും. ഈ പെനാൽറ്റിയും പോസ്റ്റ് ഓഫീസിന് പിടിച്ച് കസ്റ്റംസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും ഇവർ കൊണ്ടുപോയി ഡയറക്റ്റ് അടയ്ക്കണം. അങ്ങനെ ഡയറക്റ്റ് അടച്ചാലേ അവർക്ക് ആ ആർട്ടിക്കിൾ വിട്ട് കിട്ടത്തുള്ളൂ. എവിടുന്ന? ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന്. പിന്നെ അടുത്തൊരു ചെറിയ പോയിന്റ് പറയുന്ന കസ്റ്റംസ് അതോറിറ്റീസ് മേ ആൾസോ കോൺഫിസ്കേറ്റ് ആൻ ആർട്ടിക്കിൾ ഫോർ വയലേഷൻ ഓഫ് എനി ലോസ് ഇൻ വിച്ച് കേസ് ഇറ്റ് ബിക്കംസ് പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെൻറ്. ചില സമയത്ത് ചില കേസിൽ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാണെങ്കിൽ ആർട്ടിക്കിളിനകത്ത്, അങ്ങനെയുള്ള കേസുകൾ കസ്റ്റംസ് അതോറിറ്റിയാണ് കോൺഫിസ്കേറ്റ് ചെയ്യും ആർട്ടിക്കിൾ, അതായത് പിടിച്ചെടുക്കും. പിന്നെ അത് പിടിച്ചെടുത്തിട്ട് അത് ചിലപ്പം ആ ഒരു ചില കേസിനകത്ത് ആർട്ടിക്കിളും ഗവൺമെൻറ്റിൻ്റെ സ്വന്തമാവും. നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അടങ്ങിയിരിക്കുന്നതെങ്കിൽ. ഇപ്പം ഇത്രയാണ് കസ്റ്റംസ് കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷന് വരുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോസ്, അതായത് GK, GA, മാത്സ്, പിന്നെ ഈ പോസ്റ്റൽ മാനുവൽ വോളിയങ്ങൾ, PO-GATE പാർട്ട് 2, പാർട്ട് 1 ഇതിനൊക്കെ സംബന്ധിച്ചുള്ള തുടർന്നുള്ള വീഡിയോയ്ക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.